Good morning, children. Last class we had studied about endocrine glands. Which are the endocrine glands we have studied? Thyroid gland, then parathyroid gland, and also pancreas. So we know which are the hormones produced by thyroid. Thyroid gland produce thyroxine and calcitonin. Then parathyroid gland produces parathormone. Today we have to study another endocrine gland, that is thymus gland. Thymus gland. See the picture and see the position of thymus gland, the orange color gland, that is thymus gland. So thymus is situated behind the sternum. സ്റ്റേണത്തിൻ്റെ പുറകിലായിട്ടാണ് തൈമസ് ഗ്ലാൻഡ് കാണുന്നത്. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് തൈമോസിൻ. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെയിം ദ ഹോർമോൺ തൈമോസിൻ. ആൻഡ് ദിസ് തൈമോസിൻ ഈസ് നോൺ ആസ് യൂത്ത് ഹോർമോൺ. അപ്പോൾ എന്തുകൊണ്ടാണ് യൂത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്? സോ ഇറ്റ് ഈസ് ദിസ് തൈമസ് ഗ്ലാൻഡ് ഈസ് ആക്റ്റീവ് ഡ്യൂറിങ് ഇൻഫൻസി ആൻഡ് constrict when we reach puberty. So this thymus gland is active only in youth period. So this gland is also known as this hormone is also known as youth hormone. Youth hormone. So what is the function of this gland? ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് maturation of T lymphocyte. This T lymphocyte helps to impart immunity. അതായത് ടി ലിംഫോസൈറ്റിനെ പാകപ്പെടുത്തുകയും അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും ചെയ്യും ടി ലിംഫോസൈറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത 5ാമത്തെ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തൈമോസിൻ? തൈമോസിൻ കൺട്രോൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ് വിച്ച് ഹെൽപ്പ് ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൈമസ് ഗ്ലാൻഡ്. 3 ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിലെ ക്വസ്റ്റ്യൻസ്? തൈമസ് endocrine gland produce which hormone? Thymosin. And thymosin is also known as youth hormone. Why? The next question, what is the function of thymosin? Thymosinന്റെ ഫങ്ഷൻ എന്താണ്? തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈമോസിൻ. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? സോ സ്റ്റഡി ദിസ് ഗ്ലാൻഡ് ആൻഡ് റൈറ്റ് this note in your science diary. തൈമസ് ഗ്ലാൻഡിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് സയൻസ് ഡയറിയിൽ എഴുതാം. Then another endocrine gland is adrenal gland. Adrenal gland is seen above the kidney as a cap. ക്യാപ്പ് പോലെ നമ്മുടെ കിഡ്നിയുടെ മുകളിൽ കാണുന്ന പാർട്ടാണ് ഏത്? ഒരു ഗ്ലാൻഡാണ് ഏത്? അഡ്രീനൽ ഗ്ലാൻഡ്. സോ ദിസ് അഡ്രീനൽ ഗ്ലാൻഡ് ഹാസ് 2 പാർട്ട്. അഡ്രീനൽ ഗ്ലാൻഡ് ഇപ്പോൾ കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്ന ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇറ്റ് ഹാസ് 2 പാർട്സ്. ഏതൊക്കെയാണ് ആ പാർട്സ്? ഇന്നർ മെഡുല്ല ആൻഡ് ഔട്ടർ കോർട്ടെക്സ്.
അപ്പോൾ ആ ക്യാപ്പ് നമ്മളിങ്ങനെ എടുത്ത് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ഭാഗം എന്താണ്? മെഡുല്ല. ഔട്ടർ പാർട്ട് ഏതാണ്? കോർട്ടക്സ്. മനസ്സിലായല്ലോ. ആൻഡ് ദീസ് ഈച്ച് പാർട്ട് ഹാസ് സെപ്പറേറ്റ് ഹോർമോൺ. ഈ ഓരോ പാർട്ടിനും സെപ്പറേറ്റ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇന്നർ മെഡുല്ല, അകത്തുള്ള മെഡുല്ലയുടെ ഹോർമോൺസ് ഏതൊക്കെയാണ്? ആ മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എപ്പിനെഫ്രിൻ ഓർ അഡ്രിനാലിൻ, നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. അപ്പോൾ ഏതൊക്കെയാണ് ഹോർമോൺ? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ഓർ അതിന് വേറൊരു പേരൂടെ ഉണ്ട്, എന്താണ്? എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. എന്തായിരിക്കാം ഈ ഹോർമോണിൻ്റെ ഫങ്ഷൻ? ഒരു മെയിൻ ഫങ്ഷനാണ്, അതായത് എമർജൻസി സിറ്റുവേഷനിൽ നമ്മളുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ള ഫങ്ഷനാണ് ഈ അഡ്രിനാലിന് ഉള്ളത്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റുക അല്ലേ, അന്നേരം നമ്മളുടെ ബോഡിയെ അതുമായിട്ട് പൊരുത്തപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിച്ചെന്നിരിക്കട്ടെ, കള്ളൻ വരിക, അല്ലെങ്കിൽ പാമ്പ് നമ്മൾ കാണുക, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ, ആ സമയത്ത് നമ്മളുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നെർവസ് സിസ്റ്റം, ഏത് നെർവസ് സിസ്റ്റമാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചത്? യെസ്, വെരി ഗുഡ്, സിമ്പതറ്റിക് സിസ്റ്റം. അപ്പോൾ ആ സിമ്പതറ്റിക് സിസ്റ്റത്തിനോടൊപ്പം ഫങ്ഷൻ ചെയ്യുന്ന എൻഡോക്രൈൻ സിസ്റ്റം ഏതാണ്? അതിലെ ഹോർമോൺസ് ഏതൊക്കെയാണ്? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. അപ്പോൾ മെയിനായിട്ട് എമർജൻസി സിറ്റുവേഷൻ അല്ലേ, എമർജൻസി സിറ്റുവേഷന് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഹോർമോണാണ് ഏത്? അഡ്രിനാലിൻ. സോ ദിസ് നോർ അഡ്രിനാലിൻ ഓൾസോ ആക്ട് അലോങ് വിത്ത് അഡ്രിനാലിൻ. അപ്പം ആ അഡ്രിനാലിൻ്റെ കൂടെ തന്നെ അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഹോർമോണാണ് നോർ അഡ്രിനാലിൻ. ഇപ്പോൾ രണ്ട് പേരുണ്ട്, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. മനസ്സിലായി? എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ വേറൊരു പേരേതാണ്? അഡ്രിനാലിൻ. ഇനി അതുപോലെ നോർ എപ്പിനെഫ്രിൻ ഓർ നോർ അഡ്രിനാലിൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നർ മെഡുല്ലയുടെ ഹോർമോണും അതിൻ്റെ ഫങ്ഷൻസും മനസ്സിലായി. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് what are the hormones produced by outer cortex? ഔട്ടർ പാർട്ടിലെ കോർട്ടെക്സ് ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? It produces 3 hormones. They are cortisol, aldosterone and sex hormone. ഏതൊക്കെയാണ്? കോർട്ടിസോൾ, aldosterone and sex hormone. What is the function of cortisol? The synthesis of glucose from protein and fat. അതായത് ഗ്ലൂക്കോസിൻ്റെ സിന്തസിസ് എവിടെ നിന്നാണ്? പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും പ്രിപ്പയർ ചെയ്യും, സിന്തസൈസ് ചെയ്യും. ദെൻ സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽ ആൻഡ് ഓൾസോ കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. ഇൻഫ്ലമേഷനും അലർജിയും പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ ദിസ് കോർട്ടിസോൾ ഈസ് ഓൾസോ യൂസ്ഡ് ആസ് മെഡിസിൻ. കോർട്ടിസോൾ ഒരു ഹോർമോൺ ആണെങ്കിലും അത് ഒരു മെഡിസിനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. Then another hormone, aldosterone, maintains the salt water level by acting in kidney. മനസ്സിലായോ? മെയിൻറ്റെയിൻ ദ സോൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്. അതാണ് ആൽഡോസ്റ്ററോണിൻ്റെ ഫങ്ഷൻ. Then sex hormone controls the development and functions of sex organs. മനസ്സിലായല്ലോ? controls the development and functions of sex organs. So these are the 3 hormones and their function. അപ്പം പ്രത്യേകിച്ച് എഴുതി പഠിക്കണം. സെപ്പറേറ്റ് ഹോർമോൺസ് ആണ് രണ്ടിനുള്ളത്. ഇന്നർ മെഡുല്ലയുടെ ഹോർമോൺസ് ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. കോർട്ടെക്സിൻ്റെ ഹോർമോൺസ് ഏതൊക്കെയാണ്? കോർട്ടിസോൾ,
aldosterone and sex hormone. Okay, അപ്പോൾ വ്യക്തമായിട്ട് draw this figure and write the hormones in your science diary. Okay, അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, ഫങ്ഷൻസ് ഒന്നുകൂടെ മനസ്സിലാക്കുക. എപ്പിനെഫ്രിൻ act along with the sympathetic nerve system in order to overcome emergency situation. So this norepinephrine is also act along with the epinephrine. Norepinephrine epinephrine act ചെയ്യുന്നു. Then cortisol synthesize glucose from protein and fat, slow down the actions of defense cell and also controls inflammation and allergy. Then aldosterone എന്താണ് ചെയ്യുന്നത്? Maintain the salt water balance and also maintain blood pressure. And also sex hormone. What is the function of sex hormone? Sex hormone function എന്താണ്? Sex hormone controls the development and functions of sex organs. So these are the functions of this hormone. അപ്പോൾ രണ്ട് ഗ്ലാൻഡ് വ്യക്തമായിട്ട് മനസ്സിലായി. ഏതൊക്കെ ഗ്ലാൻഡാണ് നമ്മൾ പഠിച്ചത്? which are the endocrine gland? Yes, thymus gland പഠിച്ചു, അഡ്രീനൽ ഗ്ലാൻഡ് പഠിച്ചു. അപ്പോൾ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെയും ഹോർമോൺസ് പ്രത്യേകിച്ച് നോട്ടിൽ എഴുതിയിട്ട് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ഫങ്ഷനും പഠിക്കണം. ദ നെക്സ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ഈസ് പീനിയൽ ഗ്ലാൻഡ്. നമ്മളുടെ ബ്രെയിനിൻ്റെ സെൻറ്ററിലായിട്ട് കാണപ്പെടുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡാണ് ഇത്, പീനിയൽ ഗ്ലാൻഡ്. This pineal gland produce a hormone called melatonin. ഏതാണ്? മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് what is the function of this pineal gland? അപ്പോൾ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഹോർമോണിൻ്റെ ഫങ്ഷൻ, മെലാറ്റോണിൻ്റെ ഫങ്ഷൻ എന്താണ്? കൺട്രോൾസ് Melatonin controls rhythmic activities, rhythmic bodily activities like sleeping and waking up. അതായത് നമ്മൾ തുടർച്ചയായിട്ട് എന്നും ഉറങ്ങുന്നു, നമുക്ക് ഒരു 8-9 അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സമയമാണ്. ചിലർക്ക് 10 മണിയാകുമ്പോൾ ഉറക്കം വരും, ചിലർക്ക് 9 മണിയാകുമ്പോൾ ഉറക്കം വരും, അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. അപ്പോൾ ഇത് ഏത് ഹോർമോണിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇത് നടക്കുന്നത്, ഈ റിഥമിക് ആക്ടിവിറ്റി? മെലാറ്റോണിൻ. ഏതാണ്? മെലാറ്റോണിൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് വ്യക്തമായി? രാത്രിയിൽ മെലാറ്റോണിൻ്റെ അളവ് കൂടുന്നു. മനസ്സിലായോ? പകൽ സമയം അല്ലെങ്കിൽ രാവിലെ ആകാറാകുമ്പോൾ, നേരം വെളുക്കാറാകുമ്പോഴത്തേക്ക് പകൽ സമയത്തൊക്കെ മെലാറ്റോണിൻ്റെ അളവ് കുറയുന്നു. മനസ്സിലായോ? അതപ്പോൾ മെലാറ്റോണിൻ നമുക്ക് നമ്മൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ നമുക്ക് ഉറക്കം വന്നു, മെലാറ്റോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ബ്ലഡിൽ കൂടുന്നു. അങ്ങനെ മെലാറ്റോണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് വേഗം ഉറക്കം വരുന്നത്. സോ ദിസ് ആക്ടിവിറ്റി, ദിസ് rhythmic activity is controlled by which hormone? Melatonin. So which gland, which endocrine gland produce this? Pineal gland. Pineal gland produces this pineal gland produces melatonin. Okay, there is another function, ഒരു ഫങ്ഷൻ ഇവിടെ ഉണ്ട്, അല്ല ഇത് ഇങ്ങനെ റിഥമിക് ഇതായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു പേരുണ്ട്, ബയോളജിക്കൽ ക്ലോക്ക്. ഇപ്പോൾ നോക്കൂ, ഈ പടം നോക്കൂ, ക്ലോക്ക് നമുക്ക് ഓരോ സമയത്ത്, അതായത് ചിലവർക്ക് 8 മണിയാകുമ്പോൾ ഉറക്കം വരുന്നു, ചിലർക്ക് എന്താണ് 9 മണിയാകുമ്പോൾ, ചിലർക്ക് 10 മണിയാകുമ്പോൾ ഉറക്കം വരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് ഓരോരുത്തരിലും ഓരോ സമയമാണ്, അല്ലേ? അപ്പം നമ്മളുടെ ക്ലോക്കാണ് ഏത്? ഈ പീനിയൽ ഗ്ലാൻഡും അതിൻ്റെ ഹോർമോണും. സോ പീനിയൽ ഗ്ലാൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക്. എന്തുകൊണ്ടാണ്? because it controls rhythmic bodily activities like sleeping and waking up. Okay. What is the another function of this pineal gland?
പീനിയൽ ഗ്ലാൻഡിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കൺട്രോൾസ് റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസം. റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ 3 എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് നമ്മൾ പഠിച്ചു. 3 വ്യക്തമായിട്ട് പഠിക്കുക. ഇപ്പോൾ തൈമസ് ഗ്ലാൻഡിൻ്റെ ഹോർമോൺ, വിച്ച് ഇസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ തൈമസ് ഗ്ലാൻഡ്, തൈമോസിൻ. ദെൻ വിച്ച് ഇസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡിന് 2 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? കോർട്ടെക്സ് ആൻഡ് മെഡുല്ല. മെഡുല്ലയുടെ ഹോർമോൺ ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. അതുപോലെ കോർട്ടെക്സിൻ്റെ ഹോർമോൺസ് ആണ് കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺ. അതുപോലെ പീനിയൽ ഗ്ലാൻഡിൻ്റെ ഹോർമോൺ ഏതാണ്? പീനിയൽ ഗ്ലാൻഡിൻ്റെ ഹോർമോണാണ് മെലാറ്റോണിൻ. മനസ്സിലായോ? ദെൻ യു ഷുഡ് know the functions of each hormone. Okay, write all these things in your notebook. എൻഡോക്രൈൻ ഗ്ലാൻഡ് പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്ലാൻഡിൻ്റെ പേര്, എൻഡോക്രൈൻ ഗ്ലാൻഡ്, അതിൻ്റെ ഹോർമോൺ, ഫങ്ഷൻ, അത് ടേബിൾ പോലെ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത്, നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതിയിടുക. And also you should learn all these things. Okay.